ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്ന ദൗത്യത്തിന് ശേഷം ഇന്ത്യ അടുത്ത ദൗത്യത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ബഹിരാകാശത്ത് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു വാഹിനി കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യമാണ് അടുത്തതായി ഇന്ത്യക്ക് മുന്നിലുള്ളത്, അതായത് ഗഗൻയാൻ മിഷൻ. ഇതുവരേക്കും നിരവധിയായിട്ടുള്ള ഇന്ത്യൻ വംശജർ ബഹിരാകാശത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ തന്നെ ദൗത്യത്തിൽ ആദ്യമായിട്ടാണ് 4 പേരെയും വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ബഹിരാകാശ പേടകം കുതിക്കാനായി തുടങ്ങുന്നത്. ഇതുവരേക്കും റഷ്യൻ മിഷന്റെ ഭാഗമായിട്ട് രാകേഷ് ശർമ്മയും USA മിഷന്റെ ഭാഗമായിട്ട് കൽപ്പന ചൗളയും സുനിത വില്യംസും ബഹിരാകാശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദൗത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഇന്ത്യൻ ടെക്നോളജിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പേടകമായിരിക്കും ബഹിരാകാശത്തിലേക്ക് കുതിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായ പ്രശാന്ത് ബി പിള്ളയും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ മിഷൻ? എന്തുകൊണ്ടായിരിക്കും ഈ മിഷൻ? ഈ മിഷൻ കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും പുതിയ പുതിയ ടോപ്പിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനം തന്നെയായിരിക്കും. നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽക്ക് തന്നെ രാത്രിയിൽ ആകാശം കാണാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഓരോ പ്ലാനറ്റുകളെയും അതുപോലെ തന്നെ വിമാനങ്ങൾ പോലും രാത്രിയിൽ ലൈറ്റിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആകാശത്തേക്ക് നോക്കി നിൽക്കാറുണ്ട്. മനുഷ്യൻ്റെ ഈ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഇന്ന് ഇന്ത്യയെ ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്ന സംശയമാണ്, എന്താണ് ഈ ബഹിരാകാശം? എന്താണ് ഈ ബഹിരാകാശ ദൗത്യം എന്നുള്ളത്? ബഹിരാകാശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ്. നമുക്ക് ചുറ്റും ശ്വസിക്കാനുള്ള വായുവുണ്ട്, വെള്ളമുണ്ട്, ആഹാരമുണ്ട്, എല്ലാമുണ്ട്. ഇതെല്ലാം നിറഞ്ഞ ഒരു പ്രദേശത്തെയാണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ഭൂമിയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. ഇതൊരു പ്രത്യേക പ്രദേശം വരെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ വരെ ആയിരിക്കും ഈ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബഹിരാകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഒരു ബഹിരാകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് എയറിൻ്റെ പ്രസൻസ് ആണ്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എയറിൻ്റെ പ്രസൻസ് ഉണ്ട്, പക്ഷേ ബഹിരാകാശത്ത് അത് ഉണ്ടാവില്ല. അതിനൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഭൂമിയിൽ നിന്ന് മറ്റൊരാളോട് സംസാരിക്കുന്നത് പരസ്പരം കേൾക്കാനായി സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നിരവധിയായിട്ടുള്ള ആറ്റങ്ങളും മോളിക്യൂൾസും ഉണ്ടായിരിക്കും. ഈ ആറ്റങ്ങളും മോളിക്യൂളുമാണ് ഈ ഒരു സൗണ്ടിനെ മറ്റൊരാളിലേക്ക് സഞ്ചരിക്കാനായി സഹായിക്കുന്നത് എന്ന് പറയാം. പക്ഷേ ബഹിരാകാശത്ത് വായുവിൻ്റെ അഭാവമാണുള്ളത്, അതായത് ആറ്റങ്ങളുടെയും മോളിക്യൂളും ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്താൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായി ദുർഘടം പിടിച്ച അവസ്ഥകളായിരിക്കും ഈ ഒരു ബഹിരാകാശത്തുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല ആസ്ട്രോനട്ടുകളെയും വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലബോറട്ടറികളും വളരെയധികം വിശദമായ ട്രെയിനിങ്ങുകൾക്ക് വിധേയരാക്കുന്നത്. ഇനി നമ്മുടെ ഗഗൻയാൻ എന്ന് പറയുന്ന മിഷന്റെ പേടകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും 2 മൊഡ്യൂളുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ക്രൂ മൊഡ്യൂളും അതുപോലെ തന്നെ സർവീസ് മൊഡ്യൂളും. ഈ ഒരു ക്രൂ മൊഡ്യൂളിലായിരിക്കും ഭൂമിയിൽ നിന്നുള്ള മനുഷ്യന്മാർ സഞ്ചരിക്കുന്നത്, അതായത് ആസ്ട്രോനട്ടുകൾ സഞ്ചരിക്കുന്നത്. ഈ ഒരു ക്രൂ മൊഡ്യൂളിനുള്ളിൽ മിക്കവാറും എല്ലാം ഭൂമിയുടെ സാധാരണ രീതിയിലുള്ള അന്തരീക്ഷമായിരിക്കും. അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും മറ്റു പല സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും സാധാരണ രീതിയിൽ പ്രഷറിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു പ്രഷർ വ്യത്യാസം കൊണ്ട് ഈ ഒരു ക്രൂ മൊഡ്യൂളിന് എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഡബിൾ ലെയറുള്ള മെറ്റാലിക് സ്ട്രക്ചറാണ് ഈ ഒരു ക്രൂ മൊഡ്യൂളിന് നൽകിയിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രൂ മൊഡ്യൂളിൽ വെച്ച് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയോ അതിലുള്ള ആസ്ട്രോനട്സിന് എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റവും ഈ ഒരു ക്രൂ മൊഡ്യൂളിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു ക്രൂ മൊഡ്യൂളിനെ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കാനായി സഹായിക്കുന്നത് സർവീസ് മൊഡ്യൂളാണ്. ഈ ഒരു സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 ലിക്വിഡ് പ്രൊപ്പലന്റ് എൻജിൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി ഉണ്ടായാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചായാലോ വളരെ പെട്ടെന്ന് ഈ ഒരു മിഷൻ അബോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഗതി വരെ മാറ്റാൻ പറ്റുന്ന സിസ്റ്റമാണ് ഈ ഒരു സർവീസ് മൊഡ്യൂളിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഗഗൻയാൻ മിഷൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നതിനെ പറ്റി നോക്കാം.
ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൊഡ്യൂളുകൾ ലോഞ്ച് ചെയ്യാനായി ഉപയോഗിക്കുന്നത് GSLV Mark III എന്ന് പറയുന്ന വളരെയധികം ശക്തിയേറിയ ഒരു റോക്കറ്റാണ്. ഭൂമിയുടെ ലോവർ ഓർബിറ്റിലായിരിക്കും ഇത്തരം മൊഡ്യൂളുകളെ ഈ റോക്കറ്റ് കൊണ്ടെത്തിക്കുക. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ മുകളിലായിരിക്കും ഈ ഒരു ലോവർ ഓർബിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത വിവരങ്ങൾ അനുസരിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരിക്കും ഈ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുക. വിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും 16 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഒരു ലോവർ ഓർബിറ്റിലേക്ക് നമ്മുടെ മൊഡ്യൂളുകളെ എത്തിക്കാനായിട്ട് ഈ ഒരു റോക്കറ്റിന് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഈ ഒരു ലോവർ ഓർബിറ്റിൽ വെച്ച് തന്നെ ഈ ഒരു ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും രണ്ടായി വിഭജിക്കപ്പെടുന്നു. അതിനുശേഷം ഈ ഒരു ക്രൂ മൊഡ്യൂൾ ഗുജറാത്തിനടുത്തുള്ള അറബിക്കടലിലെ ഒരു തീരത്തേക്കായിരിക്കും പതിക്കുക. ഈ ഒരു 400 കിലോമീറ്റർ മുകളിൽ നിന്ന് പതിക്കുമ്പോൾ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഈ ഒരു വേഗത്തിൽ പതിച്ചാൽ തന്നെ അതിനുള്ളിലിരിക്കുന്ന ആസ്ട്രോനട്ടിന് നിരവധിയായിട്ടുള്ള അപകടങ്ങളും വേണമെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ വരെയുണ്ട്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ക്രൂ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് എയ്റോ ബ്രേക്കിംഗ് അതുപോലെ തന്നെ പാരച്യൂട്ട് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന 2 ടെക്നോളജികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ നിന്ന് വരുന്ന ക്രൂ മൊഡ്യൂളിന്റെ വേഗത പരമാവധി കുറച്ച് സുരക്ഷിതമായി ഈ ആസ്ട്രോനട്ടുകളെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കാനായി ഈ ഒരു സംവിധാനത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഈ മിഷന് വേണ്ടി ചിലവായിരിക്കുന്നത് ഏകദേശം 10,000-ഓളം കോടി രൂപയാണ്. ഈ ഒരു മിഷന് പിന്നിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന് മാത്രമല്ല ഉള്ളത്. ഇതിന് പിന്നിൽ 2035 ഇന്ത്യക്ക് സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതുകൂടാതെ തന്നെ 2040 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാനായി സാധിക്കും. ഇനി ഈ ഒരു മിഷൻ എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പുതിയ ഇന്നൊവേഷൻസ് ആണ്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു. ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജികളേക്കാൾ വളരെ ഉയർന്ന ടെക്നോളജികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് പുതിയ തലമുറ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബഹിരാകാശ ദൗത്യം നടത്തി ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പുതിയ തരത്തിലുള്ള ഇന്നൊവേഷൻസ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷനാണ്. അതായത് USA-ക്കും ചൈനയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്ക് ശേഷം 4ാമത്തെ രാജ്യമായാണ് ഇന്ത്യ ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിലേക്ക് എത്തുന്നത്. മറ്റുള്ള രാജ്യങ്ങളും ഈ ഒരു ബഹിരാകാശ ദൗത്യത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത ഉപകരണങ്ങളിലുമാണ് നമ്മൾ ഈ ഒരു ബഹിരാകാശ ദൗത്യം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ടെക്നോളജികളും ഇത്തരം മെഷീനറീസും നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതോടുകൂടി തന്നെ അല്ലെങ്കിൽ വലിയൊരു എക്കണോമിക് ബെനിഫിറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷനും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ്. ഇതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാണ്. അതായത് ഇത്തരമൊരു ദൗത്യം നടത്തി നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരമൊരു ദൗത്യം നമ്മുടെ ഉപകരണങ്ങൾ കൊണ്ടും നമ്മുടെ ടെക്നോളജികൾ കൊണ്ടും നടത്താൻ സാധിക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിലും ഇത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയധികം റിസ്കുകൾ നിറഞ്ഞ ഒരു പരിവേഷണമായതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പരിശീലനങ്ങൾക്കും അതുപോലെ തന്നെ ടെസ്റ്റുകൾക്കും ശേഷമായിരിക്കും ഈ ഒരു ഗഗൻയാൻ മിഷൻ വിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീയതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. യഥാർത്ഥത്തിൽ ഇത് 2022 വിക്ഷേപിക്കാനിരുന്നതാണ്. അന്ന് ഇതിന് തടസ്സമായി നിന്നത് COVID-19 ആയിരുന്നു. കോവിഡ് കാരണം ഇതിൻ്റെ വിക്ഷേപണം നീണ്ടുപോവുകയായിരുന്നു. ഏകദേശം 2025 ഇതിൻ്റെ വിക്ഷേപണം സാധ്യമാകും എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ എത്താം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് അറിവുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.